അനുഷ്ഠാനങ്ങളുടെ പേരിലുള്ള മുസ്ലിം സംഘടനകളിലെ ഭിന്നത രൂക്ഷം. സക്കാത്ത് കർമ്മങ്ങൾ ശരീഅത്ത് പ്രകാരമാണ് ചെയ്യേണ്ടതെന്ന് കേരള മുസ്ലിം ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിനെ വിമർശിച്ചായിരുന്നു പ്രതികരണം. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, ഇതാദ്യമായല്ല ഇതര മുസ്ലിം സംഘടനകൾ സക്കാത്ത് ക്യാമ്പയിന് എതിരെ രംഗത്തെത്തുന്നത്. വിശദാംശങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിയാണ് പ്രധാനമായിട്ടും. ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് പ്രസ്ഥാനങ്ങളുമാണ് ഈ സക്കാത്ത് ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സക്കാത്ത് പിരിവ് നടത്തുന്നത്. അതേസമയം തന്നെ സുന്നി സംഘടനകൾ അതിനെ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസിയാണ് സക്കാത്ത് ക്യാമ്പയിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് സക്കാത്ത് ക്യാമ്പയിൻ എന്ന് പറയുന്നത് ശരീഅത്ത് പ്രകാരമുള്ള കാര്യങ്ങളല്ല. സക്കാത്ത് പണ്ട് മുതലേ മുസ്ലിം സമൂഹങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ സക്കാത്ത് ക്യാമ്പയിൻ എന്ന് പറയുന്ന പ്രവർത്തനത്തിന് വളരെ ചെറിയ കാലത്തിന്റെ ഒരു പാരമ്പര്യം മാത്രമേ ഉള്ളൂ. 20-25 വർഷമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് ഈ സംഭവം നടന്നു വരുന്നത്. അതിനാൽ തന്നെ ശരീഅത്ത് നിയമങ്ങളിലോ ഇസ്ലാമിന്റെ ഹദീസുകളിലോ ഖുർആനിലോ ഒന്നും ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളെ പറ്റി പറയുന്നില്ല. അതിനാൽ തന്നെ അത് ഇസ്ലാം വിരുദ്ധമാണ്. മാത്രമല്ല, ഒരു സംഘടന എന്ന രീതിയിൽ ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തുന്ന സമയത്ത് അത് ബാങ്കുമായും പലിശയുമൊക്കെയായിട്ട് കൂട്ടിക്കലർത്തേണ്ട സാഹചര്യം വരും. പലിശ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇസ്ലാമിന് വിരുദ്ധമാണ്. അതൊന്നും ഇസ്ലാമിന് ഹറാമാണ്. അതിനാൽ തന്നെ സക്കാത്ത് ക്യാമ്പയിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്ന വിമർശനവുമായിട്ടാണ് ഇപ്പോൾ കേരള മുസ്ലിം ജമാഅത്ത് രംഗത്ത് വന്നിട്ടുള്ളത്. നേരത്തെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള സുന്നി സംഘടനകളുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ സക്കാത്ത് ക്യാമ്പയിനെ വിമർശിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാന്തപുരം സമസ്തയുടെ 2 വിഭാഗങ്ങളും, EK വിഭാഗവും AP വിഭാഗവും സക്കാത്ത് ക്യാമ്പയിനെ വിമർശിച്ച് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് ഈ സക്കാത്ത് ക്യാമ്പയിനുകൾ പിരിക്കുന്നത്. വ്യാപകമായി സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും പണം പിരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത്. ഇതിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പ്രവർത്തനങ്ങളിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഇടതുമുന്നണിയുടെയും CPM-ന്റെയും ഒക്കെ നേതാക്കൾ പങ്കെടുക്കുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധങ്ങളുടെ പേരിൽ വിമർശനങ്ങൾ രൂക്ഷമാവുകയും പരസ്പരം കോൺഗ്രസും CPM-ഉം പഴിചാരുകയും ചെയ്യുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി തന്നെ സംഘടിപ്പിക്കുന്ന സക്കാത്ത് ക്യാമ്പയിനിൽ ഇരു സംഘടനകളുടെയും നേതാക്കന്മാർ പങ്കെടുക്കുന്നു എന്നൊരു വിരോധാഭാസവും ഈ പരിപാടിക്കുണ്ട്. ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ സുന്നി സംഘടനകളൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിനെതിരെ രംഗത്ത് വരുന്ന പശ്ചാത്തലത്തിൽ ഈ കോൺഗ്രസിനെയും CPM-ന്റെ നേതാക്കളൊക്കെ ഇതിൽ പങ്കെടുക്കുമോ എന്നൊരു കാര്യമുണ്ട്. മാത്രമല്ല, ഈ അനുഷ്ഠാനങ്ങളുടെ പേരിലുള്ള മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള ഭിന്നത എത്രത്തോളം മുന്നോട്ടേക്ക് പോകുമെന്നും അതിൽ ആരായിരിക്കും വിജയിക്കുക എന്നൊരു വിമർശനം കൂടി, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം കൂടി ഈ വിഷയത്തിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മുസ്ലിം സമുദായത്തിൽ കേരളത്തിനകത്ത് പ്രബലമായ സംഘടന സുന്നികളാണ്. AP, EK വിഭാഗങ്ങളായിട്ടുള്ള സുന്നികളാണ് പ്രബലമായിട്ടുള്ള സംഘടന. അവർ ഇതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഈ ഇസ്ലാം മത ആചാരങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത്. അത് സക്കാത്ത് ക്യാമ്പയിനിൽ കൂടി മാത്രമല്ല, മറ്റു പല പ്രവർത്തനങ്ങളിൽ കൂടിയും ഇസ്ലാം മതാചാരങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നുണ്ട് എന്ന ആരോപണം നേരത്തെ ശക്തമാണ്. ഈ ഘട്ടത്തിലാണ് സക്കാത്ത് ക്യാമ്പയിനെതിരെയുള്ള വിമർശനങ്ങൾ കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് രംഗത്ത് വന്നിട്ടുള്ളത്. ഗോകുൽ, അതുപോലെ തന്നെ ഈ മുസ്ലിം രാഷ്ട്രീയ മുഖങ്ങളായ മറ്റു പാർട്ടികളുടെ നിലപാട് ഈ കാര്യത്തിൽ എന്തൊക്കെയാണ്? ഈ മുസ്ലിം ലീഗൊക്കെ പ്രധാനമായിട്ടും ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പരസ്യമായി വിമർശിച്ച് രംഗത്ത് വരുമ്പോഴും അതിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു സമീപനം മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ എന്നെ നെല്ലിക്കുന്ന MLA ഒക്കെ കാസർഗോഡ് നടന്ന ഈ സക്കാത്ത് ക്യാമ്പയിൻ്റെ ഭാഗമായി പങ്കെടുത്തിരുന്നു. ET മുഹമ്മദ് ബഷീർ MP കഴിഞ്ഞ ദിവസം സക്കാത്ത് ക്യാമ്പയിന് ആശംസകളുമായി രംഗത്ത് വരികയും ഈ സക്കാത്ത് ക്യാമ്പയിനുമായിട്ട് എല്ലാവരും കൂടെ നിൽക്കണമെന്നും സഹകരിക്കണമെന്നും ഒക്കെ പറയുന്നൊരു പശ്ചാത്തലമുണ്ട്. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ കോൺഗ്രസും CPM-ഉം മുന്നോട്ടേക്ക് വെക്കുമ്പോൾ പരസ്പരം പഴിചാരുമ്പോൾ, ഇപ്പോൾ UDF-നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എന്ന് CPM പറയുന്നു. മുൻപ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതിൽ CPM ദേശാഭിമാനിയിൽ മുഖലേഖനം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരസ്പരം പഴിചാരുമ്പോൾ ഇരുവരുടെയും നേതാക്കന്മാർ ഈ പരിപാടിയുടെ ഭാഗമാകുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം പാണക്കാട് സാദിഖലി തങ്ങൾ പറയുകയുണ്ടായി, ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ ഉള്ളതല്ല, ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലം മുതലേ ഉള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. അതേസമയം തന്നെ ഈ മതാചാരങ്ങളുടെ ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് ഇതിനെ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനോട് മറുപടി പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിനെ വിമർശിക്കാൻ തയ്യാറാവുന്നില്ല. സക്കാത്ത് ക്യാമ്പയിൻ എന്ന് പറയുന്ന ബൈത്തുൽ സക്കാത്ത് എന്ന പേരിലാണ് അവർ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിനെ വിമർശിക്കാൻ തയ്യാറാകാതെ അതിന്റെ കൂടെ നിൽക്കുകയും എന്നാൽ രാഷ്ട്രീയപരമായി ജമാഅത്തെ ഇസ്ലാമി മാറി നിൽക്കേണ്ടവരാണ് എന്നൊരു ഒരു പുകമറ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ പ്രാവർത്തികമായിട്ട് പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മറ്റു സംഘടനകളോ ഒന്നും തയ്യാറാവുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഇങ്ങനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷേ വിട്ടുനിൽക്കാൻ ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ തയ്യാറാണ്.
ഉൾക്കൊള്ളാനാവുന്നില്ല. എന്നെ നെല്ലിക്കുന്ന MLA കഴിഞ്ഞ ദിവസം കാസർഗോഡ് നടന്ന ബൈത്തുൽ സക്കാത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇ ടി മുഹമ്മദ് ബഷീർ MP ഈ പരിപാടിയുടെ 25ാം വാർഷികത്തിന്റെ ഉദ്ഘാടനത്തിൽ ആശംസകളുമായി രംഗത്ത് വന്നിരുന്നു. അത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു നിലപാടാണ് പ്രത്യക്ഷത്തിൽ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി ഗോകുൽ.